നമസ്കാരം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ മാസം 5-ാം തീയതി വെള്ളിയാഴ്ച, രേവതി നക്ഷത്രം. വെള്ളിയാഴ്ച പിറന്നാൾ വരുന്നത് പൊതുവെ ഭാഗ്യദായകമാണ്. രേവതി നക്ഷത്രത്തിന് വരുന്ന ഒരു വർഷം കൊണ്ട് ധാരാളം നേട്ടങ്ങൾ വന്നു ചേരും എന്നാണ് കാണുന്നത്. ആദ്യത്തെ 6 മാസം കാര്യതടസ്സവും ചെറിയ പ്രയാസങ്ങളുമൊക്കെ വരാമെങ്കിലും പിന്നീട് വരുന്ന 6 മാസം, പ്രത്യേകിച്ച് ഒക്ടോബർ മാസം മുതൽ വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി ഇന്നത്തെ രാശിഫലം. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. പ്രണയിക്കുവാനൊക്കെയുള്ള സാധ്യതയുള്ളൊരു ദിവസമാണ്. പ്രണയം കൊണ്ട് ചെറിയ ടെൻഷൻസും പ്രയാസങ്ങളും വരാം. വിവാഹ കാര്യങ്ങളിൽ അല്പം ഒരു കാര്യതടസ്സം ഇന്ന് കാണുന്നു. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലാഭം പ്രതീക്ഷിക്കാം. ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം. വിവാഹ കാര്യങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നവർക്ക് യോജിച്ച രീതിയിലുള്ള വിവാഹാലോചന, വിവാഹ നിശ്ചയം ഇവ പ്രതീക്ഷിക്കാം. മിഥുനം രാശി. മകയിരം അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. ആദ്യം ഒരു കാര്യതടസ്സം വന്നാലും പൊതുവെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യമാണ് കാണുന്നത്. കർക്കിടകം രാശി. പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. കലാ സാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് മീഡിയ പേഴ്സണാലിറ്റീസിനൊക്കെ പുതിയ അവസരങ്ങൾ, പ്രശസ്തി, പണം ഇവ വരുവാനും അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുവാനുള്ള ഭാഗ്യവും ഇന്ന് കാണുന്നു. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യത്തെ കാൽഭാഗം. ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു ദിവസമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ വിജയിക്കുവാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ജോലിയുള്ളവർക്ക് ചെറിയൊരു പ്രമോഷനെങ്കിലും ഇന്ന് പ്രതീക്ഷിക്കാം. കന്നിരാശി. ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. യാത്രയിൽ അലച്ചിൽ, അധിക പണച്ചെലവ് ഇവയൊക്കെ വരാം. വാഹനം കൊണ്ടും ചെറിയ പ്രയാസങ്ങളൊക്കെ വരുന്ന ഒരു ദിവസമാണ്. തുലാം രാശി. ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. പ്രണയിക്കുവാനൊക്കെയുള്ള സാധ്യതയുള്ള ഒരു ദിവസമാണ്. പൊതുവെ പാർട്ടിയിങ്, പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടുമുട്ടുക, സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവയ്ക്കുക. വൃശ്ചികം രാശി. വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ വിജയിക്കുവാനുള്ള ഭാഗ്യം, വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള ഭാഗ്യം, വിദേശത്ത് വിദ്യാഭ്യാസത്തിന് താൽപ്പര്യം വന്നു ചേരുന്ന ഒരു ദിവസം, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ ലാഭം ഇവയൊക്കെ ഇന്ന് പ്രതീക്ഷിക്കാം. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. യാത്ര കൊണ്ട് നേട്ടങ്ങൾ, ഉല്ലാസയാത്ര, മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം ഇവയൊക്കെ ഇന്ന് ഗ്രഹസൂചനയിലുണ്ട്. അധിക പണച്ചെലവിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അല്പം പണം കരുതി വയ്ക്കുക. മകരം രാശി. ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. വൈകാരികമായി ചെറിയ പ്രയാസങ്ങൾക്കുള്ള സൂചനയുണ്ട്. അന്യരുടെ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതായിരിക്കും ഏറെ നല്ലത്. കുംഭം രാശി. അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. അധിക പണച്ചെലവും ചെറിയ പ്രയാസങ്ങളും വരാം. വാഹനത്തിന് റിപ്പയർ വർക്ക് ഉണ്ടാകും. ഗൃഹത്തിൽ പാർട്ടിഷനുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മീനം രാശി. പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. നല്ല ജോലിയൊക്കെ തരപ്പെടുവാനുള്ള ഭാഗ്യമുണ്ട്. വിദേശ ബന്ധം അല്ലെങ്കിൽ വിദേശത്ത് ജോലി, ദൂരദേശത്ത് ജോലി, അവിടെ വിദ്യാഭ്യാസം ഇവയ്ക്കുള്ള ഭാഗ്യം ഇന്ന് കാണുന്നുണ്ട്. പുതിയ വാഹനം വാങ്ങുവാനുള്ള യോഗവും ഇന്ന് ഗ്രഹസൂചനയിലുണ്ട്.